വെൽക്കം ടു ഡി പ്രീറ്റ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. ഗുരുവായൂർ അമ്പല നടയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് വിപിൻ ദാസ് ആണ്. വിപിൻ ദാസിൻ്റെ ജയ ജയ ഹേ നമുക്കെല്ലാവർക്കും അറിയുന്ന ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിൻ്റെ എഴുത്തുകാരൻ, ഈ കഥ എഴുതിയിരിക്കുന്നത് ദീപു പ്രദീപാണ്. ദീപു പ്രദീപ്, കുഞ്ഞിരാമായണം, പിന്നെ ദ പ്രീസ്റ്റ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നുള്ള സിനിമകൾ. പിന്നെ ഇത് അതായത് പൃഥ്വി പ്രൊഡക്ഷൻസും പിന്നെ സരേഗമ എന്ന് പറഞ്ഞ രണ്ട് ടീമും കൂടിയിട്ടാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സംഗീതം അങ്കിത് മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ താല്പര്യമായില്ല. ആ ഒരു കല്യാണത്തിൻ്റെ തലേന്ന് ഒരു ബഹളം കൂട്ടിയിട്ട് നമുക്ക് വല്ല ആഘോഷപരമായിട്ടുള്ള ഒരു സംഗീതമുണ്ട്, അതൊന്നും എനിക്കില്ല. പക്ഷെ എന്നാൽ അജു വർഗീസ് പാടുന്ന പാട്ട് അത് കുറച്ചും കൂടി എനിക്കിഷ്ടമായി. ആ മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ സംഗീതം നന്നായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ ഒരു പക്ക എൻ്റർടൈനറാണ്. നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മളുടെ ആ ഒരു സമയം നമ്മൾക്ക് ആ ഒരു ഫാമിലിയുമായിട്ട് അതിൽ നടക്കുന്ന കല്യാണം, അതിലത്തെ കഥാപാത്രങ്ങളോടൊക്കെ നമ്മൾ യോജിച്ച്, നമ്മളുടെ ഫാമിലീസിലൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ട്, കല്യാണം മുടക്കുന്നവരുണ്ട്, കല്യാണം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അതിനവർ പറയുന്ന കാരണങ്ങൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങളായിട്ട് നമുക്ക് ഈ സിനിമയായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്, ഒരു എൻ്റർടൈനറാണ്. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ ഈ ഡയറക്ടർ അല്ലെങ്കിൽ കഥ എഴുത്തുകാരൻ അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവർ സൊസൈറ്റിയിലേക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ കൊടുത്ത് ഭയങ്കര സംഭവമാക്കി നമുക്ക് ടെൻഷനായിട്ട് എന്തുണ്ടാവും എന്നുള്ള ഒരു ഇതിൽ നമ്മൾ ടെൻഷനായിട്ട് ഇരുന്ന് കാണേണ്ടത്. ഇതിപ്പോൾ ചില സിനിമകൾ പറയുമ്പോൾ ഇതിപ്പോൾ അധികം രാഷ്ട്രീയം അറിയാത്ത ആൾക്കാരൊക്കെയാണ് ആ സിനിമ കാണുന്നതെന്ന് വെച്ചാൽ അപ്പം ഞാൻ അങ്ങനത്തെ സിനിമ കാണുമ്പോൾ ഞാൻ ചോദിക്കും, ഇതിപ്പോൾ ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത്, ഇതിപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞത്, ആ സീൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമ്മൾ, അതായത് എന്നെ പോലെയുള്ള അധികം രാഷ്ട്രീയം അറിയാത്ത ആൾക്കാരുടെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സോഷ്യൽ മെസ്സേജുകളൊക്കെ കൊടുക്കുന്ന സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ലാതെ ഇത് എന്താ പറയുക സമൂഹത്തിനെ നന്നാക്കാനായിട്ട് എടുത്ത അങ്ങനത്തെ ഭയങ്കര തോട്ട് പ്രോസസ്സുള്ള ഒരു സിനിമയൊന്നുമല്ല. ഇതൊരു സാധാരണ പക്ക എൻ്റർടൈൻമെൻറ്റ്. കുറേ ചിരിക്കാം, കുറേ നമ്മൾക്ക് ചിലതൊക്കെ നമ്മുടെ ലൈഫിലും നമുക്ക് ഇങ്ങനത്തെ ചില പണിയുന്ന ബന്ധുക്കളൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലം. ഭയങ്കര ഹൈപ്പ് പറഞ്ഞിട്ട് മസ്റ്റ് വാച്ച് അങ്ങനെ പറയാനല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമായി എന്നുള്ളതാണ്. അതൊരു എൻ്റർടൈനറാണ്. ഞാൻ കുറേ ചിരിച്ചു. നമ്മൾക്ക് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നമ്മൾക്ക് ആ ഒരു ലാഘവം, നമ്മൾ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ചില സീൻസ് നമ്മൾ ആലോചിക്കുമ്പോൾ ഒക്കെ വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമകളുടെ ആ ഒരു നമുക്ക് ആ സിനിമയായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി, നമ്മൾ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മകള് ചോദിച്ചു, അമ്മ ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഇത്രയധികം കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇത് ചിങ്ങമാസവും ഒക്കെ ആവുമ്പോഴാണ് നിൽക്കാൻ പറ്റാത്ത പോലെ താലികെട്ട ഇറങ്ങുക, ചുറ്റും ബഹളവും ഇതൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. അപ്പോൾ മുമ്പ് ഒരു സിനിമ വന്നിട്ടുണ്ട്, ഗൃഹപ്രവേശം എന്ന് പറഞ്ഞിട്ട്. ആ ഗൃഹപ്രവേശത്തിൽ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ജഗദീഷ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് മാറിപ്പോകുന്ന ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട്. അതിൽ പെണ്ണുങ്ങൾ മാറിപ്പോകുന്നതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഈ സിനിമയിൽ ജഗദീഷിൻ്റെ ഭാര്യ രേഖയുമാണ്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു തോട്ട് പ്രോസസ്സും കൂടി നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയും കൂടി നമുക്ക് ഈ സിനിമയോട് കൂടി ചേർത്ത് വെക്കാനായിട്ട് പറ്റും. അതൊരു 90s ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ ആ സിനിമ, അപ്പോൾ ഇതിനകത്തും അതിനകത്ത് അളിയനായിട്ട്, അതായത് ജഗദീഷിൻ്റെ അളിയന്മാരായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഇതിനകത്തും ഉണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു കണക്ഷൻ, പേരും ഇതൊക്കെ വ്യത്യാസമാണ് കേട്ടോ. പക്ഷെ നമുക്ക് ആലോചിക്കാം, അങ്ങനെ ഒരു ചിന്ത വരാം, ശരിയാണല്ലോ എന്നുള്ളൊരു ചിന്ത വരാം. അങ്ങനെയാണ് എനിക്കത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ആ ഒരു സിനിമ ഇതിനോട് ചേർത്ത് വെക്കാം എന്നുള്ളത്. അങ്ങനെ
അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾക്ക് ഇതിനകത്ത് ചില സീൻസൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സീൻസാണ്. ഇപ്പം അമ്പലനടയിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറേ സീൻസ് നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. അതൊക്കെ നമ്മളൊക്കെ ആസ്വദിക്കുകയും ചെയ്യും, നമുക്ക് ചിരിക്കാനും ഒക്കെ വക തരുന്നവരതാണ്. പിന്നെ ഇതിനകത്ത് ക്യാരക്ടേഴ്സ് ചെയ്യുകയാണെങ്കിൽ പൃഥ്വിരാജായാലും ബേസിലായാലും വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോമഡി പൃഥ്വിരാജിന് പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര്, പക്ഷേ പൃഥ്വിരാജ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബേസിൽ പിന്നെ ആസ് യൂഷ്വൽ ഇപ്പം നമുക്ക് എന്താണ് ഒരു കോമൺ മാൻ എന്നുള്ള ഒരു രീതിയിൽ, പക്ഷേ ഈ എന്താണ് ലാസ്റ്റ് സീനിൽ പൃഥ്വിരാജ് നടന്നു വരുന്ന ഒരു സീനുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് ആ പൃഥ്വിരാജിൻ്റെ ആ ഒരു ഓറ ഉണ്ടല്ലോ, ആ ഫിഗറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആൾ നടന്നു വരുമ്പോൾ സ്ലോ മോഷനിൽ നടന്നു വരുന്ന സീനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ ജോമോൻ ജ്യോതിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്. പിന്നെ ബൈജു നന്നായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് എനിക്കൊരു എന്താ പറയുക, അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായി എന്ന് തോന്നുന്നത്, ഇതിൽ മറ്റേ നിഖില വിമലിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഡയലോഗ്, ഒരു ഒത്തിരി നല്ല കനമുള്ള ഒരു ഡയലോഗ് പറഞ്ഞ് അവളുടെ പോർഷൻ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കൊടുത്തിരുന്നെങ്കിൽ അത് നന്നായിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. അവൾ പറഞ്ഞ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കൂടി അത് ബോൾഡായിട്ട്, നോർമൽ അങ്ങനത്തെ ബോൾഡ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിഖില. അപ്പോൾ ആ നിഖില അത് ആ സീനിൽ അവളുടെ വിഷമങ്ങൾ ഒന്ന് ഇത്തിരി ബോൾഡായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി ഇമ്പാക്റ്റാണ്. കാരണം ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അവൾ പറഞ്ഞ പോയിന്റുകളൊക്കെ വളരെ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫും ഒക്കെ ഇവർ എന്താ പറയുക, അളിയനും തമ്മിലുള്ള പ്രണയമാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുമ്പോഴത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നന്നായിട്ടുണ്ട്. ഞാനൊക്കെ കുറേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിരിച്ചു. ഇതിപ്പോൾ എന്താണ് എൻ്റെ പെങ്ങളുടെ കല്യാണമാണ് എന്ന് വിളിക്കുന്നതെന്ന് അങ്ങനത്തെ സീൻസൊക്കെ അതൊക്കെ നമുക്ക് രസിക്കുന്ന സീനുകളാണ്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ, അതായത് ഈ ക്ലൈമാക്സ് രംഗം എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കാലത്ത് മറ്റേ പ്രിയദർശൻ്റെ അരം പ്ലസ് അരം കിന്നരം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ വന്ന് ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉന്തും തള്ളും ബഹളം, അങ്ങനത്തെ ഒരു ഫൈറ്റ് ഇല്ലേ, അങ്ങനത്തെ ഒരു ഫൈറ്റാണ്. അതും എന്താണ് നമുക്കത് ഇഷ്ടമായി എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തൊക്കെ കുറ്റങ്ങൾ പറയാട്ടോ, പക്ഷെ എനിക്ക് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് OTT വരികയാണെങ്കിലും നമ്മൾ കുറച്ച് നേരം നമ്മൾ ഊണ് കഴിക്കുമ്പോഴോ ഒക്കെ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഈ സിനിമ. അപ്പോൾ നമ്മൾ കുഞ്ഞിരാമായണമൊക്കെ ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് സീൻസ് എടുത്ത് കാണുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ യൂട്യൂബിലായിരിക്കും അതിലത്തെ കുറച്ച് സീൻസ്, ഹൈലൈറ്റഡ് സീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണാം. അതുപോലെ തന്നെയാണ് ഈ സിനിമ, നമുക്ക് വാച്ച് ചെയ്യാം. ഇത് കാരണം ഇതിൽ വലിയ സംഭവങ്ങളായിട്ട് വലിയ തീമൊന്നുമായിട്ടൊന്നുമില്ല. ഒരു കല്യാണം, ആ കല്യാണം മുടങ്ങുകയും പിന്നീട് നടക്കുകയും ചെയ്യുന്ന ഒരു ഒരു ത്രെഡാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു മൂവിയാണ് ഈ ഗുരുവായൂർ അമ്പലനടയിൽ. ശരിക്കും പറയാച്ചാൽ ഇങ്ങനത്തെ മൂവീസ് വരുന്നതാണ് കുറച്ചും കൂടി നമുക്ക് കാണുന്നവർക്കൊരു ലൈറ്റ് ഹാർട്ട്നെസ് വരുന്നത് അപ്പോഴാണ്. നമുക്ക് ചിരിച്ചും കളിച്ചും ഒക്കെ ഇരുന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടുകയും ചിരിക്കുകയും കയ്യടിയും ഒക്കെ, എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ചേച്ചിയൊക്കെ ചിരിച്ചു മറിയായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു മൂവിയായിട്ടാണ് ഈ ഗുരുവായൂർ അമ്പലനടയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് തിയേറ്റർ പോയി കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയി തിയേറ്റർ വാച്ച് ചെയ്യുക. അത് നമുക്ക് സെക്കൻഡ് ഹാഫിലൊക്കെ ചില സീൻസും, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലല്ല മൊത്തത്തിൽ ചില സീൻസുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു എഫക്റ്റ് നമുക്ക് വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ അടുത്തൊരു പുസ്തകവും സിനിമയുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.